വചനത്തീ മഴ പെയ്യട്ടെ, ആത്മാവിൻ കനലെരിയട്ടെ. ഒരു പുതുയുഗമായി മാറട്ടെ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. പ്രിയപ്പെട്ടവരെ, ദൈവം സമ്മാനമായി നൽകിയ ഒരു പുതുവർഷത്തിലേക്ക് നാം കടന്നു കഴിഞ്ഞു. കർത്താവിൻ്റെ ശക്തി വരുമ്പോൾ ദേശവും കാലവുമെല്ലാം നവീകരിക്കപ്പെടും. കർത്താവിൻ്റെ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പുതുവത്സര ധ്യാന നമ്മൾ ആരംഭിക്കുകയാണ്. ഈ വർഷത്തെ മുഴുവൻ നവീകരിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയുന്ന കാലമാണ് നമ്മുടെ മുൻപിലുള്ളത്. അവിടുന്ന് വരുമ്പോൾ, അവിടുത്തെ കരമുള്ളപ്പോൾ എല്ലാം പുതുതാണ്, നവീനമാണ്. ഈ ധ്യാനത്തിന് വളരെ മനോഹരമായ ഒരു അവതരണ ഗാനമുണ്ട്. അത് ധ്യാനപൂർവ്വം കേട്ട് ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അലയാളികൾക്കുമീ പറന്നു 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 പോയിടാം. അടയാളങ്ങളാൽ ഇനി ലോകാതിർത്തികൾ കടന്നു 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 മാറിടാം. ശക്തി ധരിക്കാൻ വചനം ധ്യാനിക്കാൻ. വചനത്തീ മഴ പെയ്യട്ടെ, ആത്മാവിൻ കനലെരിയട്ടെ. ആളിക്കത്തി ഈ കാറ്റായി ഒരു പുതുയുഗമായി മാറട്ടെ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. മിന്നൽ ചിറകുമായി അലയാളികൾക്കുമീ പറന്നു 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 പോയിടാം. അടയാളങ്ങളാൽ ഇനി ലോകാതിർത്തികൾ കടന്നു 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 മാറിടാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെ ഈ ദിവസം മാത്രമല്ല, ഈ ധ്യാന ദിനങ്ങളെ മുഴുവൻ ആത്മാവിൻ്റെ ശക്തമായ ഇടപെടലിന് വേണ്ടി നമുക്ക് വിട്ടുകൊടുക്കാം. ഇന്ന് നാം ധ്യാനിക്കുന്നത് പുതിയ കാലത്ത് സുവിശേഷം ശക്തമായി പ്രഘോഷിക്കപ്പെടണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ വചനത്തിൻ്റെ ശക്തി നിറയണം. ദൈവിക ശക്തി, ആത്മാവിൻ്റെ ശക്തി വചന പ്രഘോഷണ മേഖലയിൽ ആവസിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. കരങ്ങൾ യാതനാപൂർവ്വം തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവ് ശുശ്രൂഷകരുടെ മേൽ, ശുശ്രൂഷയോട് സഹകരിക്കുന്ന എല്ലാവരുടെയും മേൽ, വചനം കേൾക്കുന്നവരുടെ മേൽ ആത്മാവ് കടന്നു വരട്ടെ. ആത്മാവിൻ്റെ ശക്തി നിറയട്ടെ. കണ്ണുകൾ അടച്ച് ആത്മാവിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ
വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വചനത്തിൻ്റെ മാതാവായ പരിശുദ്ധ മറിയത്തിന് ഈ ശുശ്രൂഷ ദിനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ. അമ്മയുടെ ചാരയിരുന്ന് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വചനം പ്രഘോഷിക്കാൻ ഈ ദിവസങ്ങൾ ധ്യാനങ്ങളിൽ നയിക്കുന്നവർക്ക് സാധിക്കട്ടെ. ശുശ്രൂഷ നയിക്കുന്നവർക്കും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്കും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഉണ്ടാകട്ടെ. എല്ലാ നിയോഗങ്ങളെയും ഈ ശുശ്രൂഷാ ദിനങ്ങളെയും പരിശുദ്ധ മറിയത്തിന് സമർപ്പിച്ച് അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടു കൂടെ. സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്നുദരഫലം അനുഗ്രഹീതം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങൾ തൻ മരണനേരത്തും തമ്പുരാനോടപേക്ഷിക്കണമേ. എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി സമർപ്പിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഒരു വർഷത്തിന് ആവശ്യമായ കൃപകൾ, അനുഗ്രഹങ്ങൾ തേടിക്കൊണ്ട് പുതുവർഷ നവീകരണ ധ്യാനം നാം ആരംഭിക്കുന്നു. അതിൻ്റെ ആദ്യ ദിനമാണ് ഇന്ന്. ഓരോ യാത്രയും ആരംഭിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയുണ്ട്. ദൈവത്തിലുള്ള അചഞ്ചലമായ പ്രത്യാശ നമുക്കുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് നാം മുൻപോട്ട് നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വളരെ മനോഹരമായ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഗോഡ് ഓഫ് സർപ്രൈസസ് എന്നാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ കഥാപാത്രത്തെയും പഠിച്ച് ചുറ്റുപാടും കാണുന്ന പല മനുഷ്യരുടെയും ജീവിത സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് നനച്ചിരിക്കാത്ത വഴികളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ആ പുസ്തകത്തിൽ വായിക്കുന്നത്. ഈ വർഷം ആരംഭിക്കുമ്പോൾ, മുൻപോട്ട് നോക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലും ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അത്ഭുതകരമായി മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇടപെടും. ഈ ഒരു കാലത്ത് നാം കാണുന്ന യാഥാർത്ഥ്യങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത്, ദൈവവചനം പ്രസംഗിക്കുന്നത്, ദൈവരാജ്യത്തിനു സാക്ഷ്യം വഹിക്കുന്നത് എന്നതാണ് ഈ ദിവസത്തെ നമ്മുടെ ധ്യാനചിന്ത. നാം എപ്പോഴും പരിസരങ്ങളെ നോക്കിയിട്ട് ചുറ്റുപാടും കേൾക്കുന്ന വാർത്തകളെ കേട്ടിട്ട് പറയും കാലം മോശമാണ്, പ്രത്യാശിക്കാനോ സന്തോഷിക്കാനോ വകുപ്പുകളൊന്നുമില്ല. എല്ലാം കേൾക്കുന്നത്
നിഷേധാത്മകമായ കാര്യങ്ങളാണ്, അപകടങ്ങളും ദുരന്തങ്ങളും കലഹങ്ങളും യുദ്ധങ്ങളും അങ്ങനെയൊക്കെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തിനെക്കുറിച്ചാണ് പ്രത്യാശാപൂർവമായ മനസ്സോടെ നിൽക്കാനായിട്ട് സാധിക്കുന്നത്? നെഹമ്യായുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ ഒരു രംഗത്തിന് സാക്ഷികളാകുന്നുണ്ട്. പെർഷ്യ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പാനപാത്ര വിചാരിപ്പുകാരനാണ് നെഹമ്യ. ഒരു ദിവസം രാജാവിനെ അയാൾ കാണാൻ ചെല്ലുമ്പോൾ രാജാവ് അയാളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിൻ്റെ മുഖത്ത് വലിയ ദുഃഖം കാണപ്പെടുന്നത്? രാജകൊട്ടാരമാണ്, രാജാവിൻ്റെ പ്രീതിയുള്ള ആളാണ്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതിനിടയിലും മുഖം വാടി സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾ. രാജാവ് ചോദിക്കൂ, എന്താ നിനക്ക് പറ്റിയത്? അപ്പം ഈ നെഹമ്യ പറയുന്നുണ്ട്, എൻ്റെ നഗരത്തിൻ്റെ കവാടങ്ങൾ തീയിൽപ്പെട്ട് നശിച്ചു കിടക്കുന്നു, ജനവാസം നഷ്ടപ്പെട്ട് കിടക്കുന്നു. അങ്ങനെയുള്ള എൻ്റെ നാടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് രാജകൊട്ടാരത്തിൻ്റെ സന്തോഷത്തിൻ്റെ തികവിലും സന്തോഷിക്കാൻ പറ്റുന്നത്? എൻ്റെ ഉള്ളിലെ ദുഃഖം എൻ്റെ നഗരത്തെക്കുറിച്ച് ഓർത്താണ്. തകർന്നു കിടക്കുന്ന ദേവാലയത്തെക്കുറിച്ച്, ചിതറിപ്പോയ സ്വന്തം ജനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അകന്നു പോയി പലായനം ചെയ്യപ്പെട്ടു പോയ ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള സങ്കടമാണ് അയാളുടെ ഉള്ളിൽ മുഴുവൻ. രാജാവ് ചോദിക്കും, നിനക്ക് ഞാൻ എന്തു ചെയ്തു തരണം? അപ്പം അയാൾ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് പറയും, നഗരത്തിലേക്ക് തിരിച്ചു പോകാൻ അനുവദിക്കുക, നഗര കവാടങ്ങൾ പണിതുയർത്താൻ അനുവദിക്കുക, ദേവാലയത്തിൻ്റെ മതിലുകൾ പണിയാൻ അനുവദിക്കുക, ദേവാലയം പുനർനിർമ്മിക്കാൻ അനുവദിക്കുക. പിന്നെയും അയാൾ രാജാവിനോട് ചോദിച്ച് പല കാര്യങ്ങൾ നേടി യാത്ര ചെയ്ത് തിരിച്ചെത്തി നാടിനെ, നഗരത്തെ പുനർനിർമ്മിക്കുന്നതാണ് എസ്രാ നെഹമ്യ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. നഗരം തകർന്നു കിടക്കുകയാണ്, നഗരത്തിൻ്റെ കവാടങ്ങൾ തീയിൽപ്പെട്ട് നശിച്ചു കിടക്കുന്നു. ആരാണ് ഇനി നഗരത്തെയും നഗര കവാടത്തെയും മതിലുകളെയും പണിയാനുള്ളത്? എപ്പോഴും നമ്മൾ മറ്റുള്ള ആളുകളിലേക്കൊക്കെ നോക്കിയിട്ട് പറയും, അവർ ചെയ്യണം, നേതാക്കന്മാർ ചെയ്യണം, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചെയ്യണം എന്നൊക്കെ. ഇവിടെ നെഹമ്യ എന്ന രാജകൊട്ടാരത്തിലെ സേവകൻ അയാൾക്ക് ലഭിക്കുന്ന സമൃദ്ധിയുടെ നടുവിൽ നിന്ന് തോന്നുകയാണ്, ഈ നഗര കവാടം പണിയേണ്ടത് ആരാണ്? ഞാനാണ് പണിയേണ്ടത്. എന്നിട്ട് അയാൾ അതിനു വേണ്ട ആലോചന നടത്തുന്നു, അതിനുവേണ്ട ഇടപെടലുകൾ നടത്തുന്നു, രാജാവിൻ്റെ പ്രീതി സമ്പാദിച്ചു തിരിച്ചു പോകുന്നു, ആ ഉദ്യമം പൂർത്തിയാക്കുന്നു. തകർന്നു പോകുന്ന നഗര കവാടങ്ങളെ പണിതുയർത്തേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. എല്ലാ കാലങ്ങളിലും ദൈവം മനുഷ്യരെ അങ്ങനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോകുമ്പോൾ അവരെ രക്ഷിക്കാനായിട്ടാണ് സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്ത് അകലെയായിരുന്ന മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ മോശയ്ക്ക് ഒരു വശമുണ്ട്, അത് അയാളുടെ വീഴ്ചയുടെ, തകർച്ചയുടെ, പരാജയത്തിൻ്റെ വശമാണ്. അങ്ങനെയുള്ള മോശയെ തിരഞ്ഞെടുത്തിട്ട് അയാളുടെ മറുവശത്തേക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു വലിയ കാര്യം പൂർത്തിയാക്കാൻ പറ്റുന്ന സാധ്യതയിലേക്ക് അയാൾ നയിക്കപ്പെടുന്നുണ്ട്. അയാൾ മുൻപോട്ട് പോവുകയാണ്. നോക്കുക, ഒരു ജനം അടിമത്തത്തിൽ കഴിയുമ്പോൾ മറുവശത്ത് അതിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെയാണ് രക്ഷാകര ചരിത്രത്തിൽ എപ്പോഴും ആളുകളെ തിരഞ്ഞെടുക്കുന്നു. അവരൊക്കെ പുണ്യവാന്മാരായിരുന്നു അല്ല എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ബൈബിളൊക്കെ വായിച്ചു പോകുമ്പോൾ നാം തിരിച്ചറിയും, അതിൽ വിജയിച്ചവരെക്കാൾ പരാജയപ്പെട്ടവരാണ് കൂടുതൽ. എല്ലാ കാലത്തും വിശ്വസ്തയോടെ നിന്നവരെക്കാൾ പാപത്തിൽ വീണുപോയ, ഇടറിപ്പോയ, ചിതറിപ്പോയ മനുഷ്യരുടെ എണ്ണമാണ് കൂടുതൽ. അവരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നത് നമ്മൾ മറന്നുകൂടാം. കൊലപാതകിയായ ഒരാളിലൂടെ, ശാരീരികാസക്തിയിൽ വീണു പോകുന്ന ഒരാളിലൂടെ, വളരെ സ്വാർത്ഥതയുള്ള യാക്കോബ് എന്നൊരാളിലൂടെയൊക്കെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അവരുടെ വീഴ്ചകൾ പരിഗണിക്കപ്പെടുന്നില്ല. അതിനപ്പുറത്ത് അവരിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ്. നഗരം തകർന്നു കിടക്കുമ്പോൾ നെഹമ്യ ഈ നഗരം പണിയാനായിട്ട് ഉള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഞാൻ ഈ ഒരു ഉപമ, ഒരു മെറ്റഫർ പറഞ്ഞു തുടങ്ങിയത് എന്തിനാണെന്നറിയാമോ? നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഈശോ 3 കൽപ്പനകളാണ് നൽകുന്നത്. 3 കൽപ്പനകൾ. ഒന്നാമത്തേത് നമ്മൾ എപ്പോഴും ആവർത്തിക്കുന്ന ഒന്നാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, നീയും പോയി അതുപോലെ ചെയ്യുവിൻ. സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പം ഈശോ തൻ്റെ ശിഷ്യന്മാർ എല്ലാവരും പിന്തുടരണമെന്ന് ആഗ്രഹിച്ച് നൽകുന്ന ഒന്നാമത്തെ കൽപ്പന സ്നേഹിക്കുക എന്നതാണ്. രണ്ടാമത്തെ കൽപ്പന
എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ എന്നതാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. അവൻ്റെ ശരീരരക്തങ്ങളായി മാറുന്ന വലിയ രഹസ്യം ആവർത്തിക്കണം എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. അതൊരു കൽപ്പനയാണ്, നിങ്ങളത് ചെയ്യണം. മൂന്നാമത് ഒരേയൊരു കൽപ്പന കൂടി ഈശോ നൽകുന്നുണ്ട്. അത് ശിഷ്യത്വത്തിൻ്റെ കൽപ്പനയാണ്, അയക്കപ്പെടുന്ന ശിഷ്യത്വത്തിൻ്റെ കൽപ്പന. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. ഉത്ഥാനത്തിനു ശേഷം ഈശോ ശിഷ്യരോട് സംശയത്തിനിടയില്ലാത്ത രീതിയിൽ കൃത്യമായ വാക്കുകളിൽ പറയും, നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പോയി സുവിശേഷം പ്രസംഗിക്കണം. ദ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഉത്തരവാദിത്വം അതാണ്. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പോയി സുവിശേഷം പ്രസംഗിക്കണം. അതൊരു സാധിക്കുമെങ്കിൽ ചെയ്യണം എന്ന നിർദ്ദേശമല്ല, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യണം എന്ന നിർദ്ദേശമല്ല, അതൊരു കൽപ്പനയാണ്, കമാൻഡ്മെൻ്റാണ്. അപ്പം അതിനർത്ഥം അവനെ വിശ്വസിക്കുന്ന എല്ലാവരും, അവനെ പിൻഗമിക്കുന്ന എല്ലാവരും ആ കൽപ്പന പാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്, അയക്കപ്പെട്ടവരാണ്, സുവിശേഷം പ്രസംഗിക്കേണ്ടവരാണ്. ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. കർത്താവിൻ്റെ കൽപ്പനയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നത്. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാവും, ഒരു പക്ഷേ കുറേ കാലം മുൻപ് വരെയൊക്കെ സുവിശേഷം കുറച്ചുകൂടി സ്നേഹത്തോടെ ആദരവോടെ സ്വീകരിക്കപ്പെടുമായിരുന്നു പൊതുവായിട്ട് സമൂഹത്തിലൊക്കെ. എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള പ്രതിസന്ധികൾ വചനം പ്രസംഗിക്കുന്നതിനുണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ മുൻപ് കൂടുതൽ ആളുകൾ വചനം സ്വീകരിക്കുകയും കുറച്ചു പേർ വചനത്തെ തിരസ്കരിക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് പരിചയമുള്ള സമൂഹത്തിലൊക്കെ കൂടുതൽ പേർ വചനത്തെ, വിശ്വാസത്തെ തിരസ്കരിക്കുന്ന തരം കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ സമീപകാലങ്ങളിൽ എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൻ്റെ തലക്കെട്ട് ഡെയർ ടു ഡ്രീം എന്നാണ്. ഡെയർ ടു ഡ്രീം, സ്വപ്നങ്ങൾ കാണുക. ലെറ്റസ് ഡ്രീം, നമുക്ക് സ്വപ്നങ്ങൾ കാണാം എന്നൊക്കെ അതിനെ നമുക്ക് ഭാഷാന്തരീകരണം നടത്താം. ഈ ഒരു സമകാലീന ലോകത്ത് നിന്നിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഏതുതരം സ്വപ്നങ്ങൾ കാണണം എന്നാണ് പറയുന്നത്. എന്ത് കാണണമെന്നല്ല അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന കാലം എങ്ങനെയാണെന്ന് പറയും. യുദ്ധങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലുമുള്ളത്, പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആളുകൾ എല്ലാ തലങ്ങളിലും യുദ്ധത്തിലാണ്, വെറുപ്പാണ് മുകളിൽ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്ത് സ്വപ്നം കാണണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കടന്നു പോകുന്ന സ്ഥലങ്ങളൊക്കെ ഓർക്കുക. വിശ്വാസത്തെ എതിർക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, നിരീശ്വരവാദികളുണ്ട്, വിശ്വാസത്തെ തള്ളിപ്പറയുന്ന ആളുകളുണ്ട്, തിന്മയുടെ ശക്തികളുണ്ട്. ഇതിനോട് താല്പര്യമില്ലാതെ ലോകത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപരിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അങ്ങനെ കടന്നു വരുന്ന ഒരു സമകാലീന ലോകത്തിൽ നമുക്ക് എങ്ങനെയാണ് സുവിശേഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നത്? എന്ത് സുവിശേഷമാണ് നമുക്ക് പ്രസംഗിക്കാനായിട്ട് പറ്റുന്നത്? പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ശ്ലീഹ പറയും, നിങ്ങൾ പ്രത്യാശിക്കുന്നതിനെക്കുറിച്ച് എല്ലാവരോടും വിശദീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക. ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾ എന്തിലാണ് പ്രത്യാശ വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് വിശദീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. എങ്ങനെയാണത് വിശദീകരിക്കേണ്ടത്? സ്നേഹത്തോടും ശാന്തതയോടും ക്ഷമയോടും കൂടി വേണം അത് വ്യാഖ്യാനിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വിശ്വാസം ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിൽ പ്രത്യാശ വയ്ക്കുന്നു എന്ന് ഏറ്റുപറയുക എന്നുകൂടിയാണ് അർത്ഥം. ഇപ്പം ദൈവരാജ്യത്തിലോ യേശുവിൻ്റെ 2-ാം വരവിലോ അവൻ നൽകുന്ന രക്ഷയിലോ ഒക്കെയാണ് നമ്മുടെ കണ്ണ് നട്ട് നമ്മൾ ജീവിക്കുന്നത്. അതിനർത്ഥം അതുതന്നെയല്ല നമ്മുടെ പ്രത്യാശ. എന്തിലാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ, ബോധ്യം നമുക്ക് ആവശ്യമാണ്. ഇന്ന് നാം സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ, ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ലോകം നമ്മോട് ആദ്യം ചോദിക്കുന്ന കാര്യം എന്തായിരിക്കും? നിങ്ങളെ സംബന്ധിച്ച് എന്താണ് വ്യക്തിപരമായ ക്രിസ്തു അനുഭവം? പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടോ കൗമാരക്കാരോടോ സംസാരിക്കുമ്പോൾ അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള താത്വികമായ വിചാരങ്ങളല്ല, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഠനങ്ങളോ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ചിന്തയെ ഉന്മത്തമാക്കുന്ന ആലോചനകളോ അല്ല.
മിക്കവാറും ആളുകൾ അന്വേഷിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ എന്നായിരിക്കും. അതുകൊണ്ടാണ് ഈ പുതിയ കാലത്തെ സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, ഒരിക്കലും ഇനിയൊരു കാലത്ത് ഈ സുവിശേഷം പ്രസംഗിച്ച ആളുകളെ ഈ പ്രസംഗത്തിൻ്റെ ശക്തി കൊണ്ട് ആകർഷിക്കാൻ പറ്റില്ല. അതിനേക്കാൾ കൂടുതൽ ആളുകളെ ആകർഷിക്കേണ്ടത്, ആളുകളെ നമ്മുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ടത് സുവിശേഷത്തിൻ്റെ ആകർഷകത്വം പങ്കുവെച്ചുകൊണ്ടാണ്. അത് വലിയ വ്യത്യാസമുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ ആധികാരികത പങ്കുവെച്ചാൽ ഒത്തിരി പേര് വരാനായിട്ട് സാധ്യതയില്ല. എന്നാൽ സുവിശേഷത്തിൻ്റെ ആകർഷകത്വം, അപ്പീൽ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ സൗന്ദര്യം, അത് മനുഷ്യരെ നയിക്കുന്ന സ്നേഹത്തിൻ്റെ വളർച്ച, അവയെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് ആളുകൾക്ക് ഈ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് തോന്നുന്നത്. ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞ് ഈ ഒരു കാലത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ വ്യക്തിപരമായ ക്രിസ്തു ബോധ്യങ്ങളാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഇനിയുള്ള കാലത്തെ അടിത്തറ. വ്യക്തിപരമായി ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം കൊണ്ട്, ജീവിതത്തിൽ അയാൾ പ്രകടിപ്പിക്കുന്ന സമാധാനം കൊണ്ട്, അയാൾ മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട്, അയാളുടെ ജീവിതത്തിൻ്റെ ആർദ്രത കൊണ്ട് ആളുകളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കും. അതുകൊണ്ടല്ലേ നമ്മുടെ ഒക്കെ കാലത്ത് ഏതു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ മദർ തെരേസയെക്കുറിച്ച് പറയുന്നു. ഒരു വലിയ വിശ്വാസ സത്യത്തെക്കുറിച്ചല്ല, ഒരു വ്യക്തിയിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന സുവിശേഷത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ആ നാമ്പുകളെയാണ് ആളുകൾ എത്ര സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നാം ധ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ലോകം സുവിശേഷത്തിന് എതിരാണ് എന്ന് നമുക്ക് തോന്നും, എന്നാലും ഈ യേശുവിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ള വലിയൊരു ജനവിഭാഗം എല്ലായിടത്തുമുണ്ട്. കാരണം എന്താണ്? എല്ലാ മനുഷ്യർക്കും ദൈവത്തിലേക്കോ നിത്യതയിലേക്കോ തുറക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ രഹസ്യ കവാടമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും പൊതുവായിട്ടുള്ള ദൈവസങ്കല്പത്തിലേക്കുള്ളൊരു തുറവിയുണ്ട്. അവർക്ക് ഒരു ദൈവത്തെ വേണം, ആശ്വാസം വേണം, സ്നേഹം വേണം. ഏത് മനുഷ്യനാണത് ആവശ്യമില്ലാത്തത്? ദൈവത്തെ വേണ്ടാത്തത് കൊണ്ടൊന്നുമല്ല ക്രിസ്തുവിൽ നിന്ന് ആളുകൾ മാറി നടക്കുന്നത്, കൃത്യമായി ഈ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നാം ഈ ഒരു വിഷയമൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു വർഷത്തിൽ നാം വ്യക്തിപരമായി ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അവൻ്റെ സ്നേഹത്തിൽ കുറച്ചുകൂടി വളർന്ന് അവൻ്റെ സുഗന്ധവും അവൻ്റെ സ്നേഹവും നമ്മിലൂടെയൊക്കെ പ്രസരിപ്പിച്ച് സുവിശേഷത്തിൻ്റെ പടയാളികളായി മാറും. അത് നമ്മുടെ ഒരു തീരുമാനമാണ്. അതിൽ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു വചനഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകം 17-ാം അധ്യായമാണ്. 28 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് ലീഹ ഏഥൻസിലൂടെ യാത്ര ചെയ്യുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നു, ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു. അത് വളരെ നമ്മുടെ ഒരു ആലോചനയെ, ഭാവനയെ ഉണർത്താൻ തക്കവിധമുള്ള സാഹചര്യമാണ്. അപ്പോൾ അയാൾ കടന്നു പോകുന്ന ഒരു സ്ഥലത്ത് ഒരുപാട് ദേവന്മാരുടെ പ്രതിമ കാണുന്നു. ഒരു പ്രതിമയിൽ മാത്രം എഴുതുന്നത് ഇങ്ങനെയാണ്: അജ്ഞാതദേവൻ. അജ്ഞാതദേവൻ അതാരാണെന്ന് അവർക്കറിയില്ല. ഈ പൗലോസ് ലീഹ ആ പ്രദേശത്ത് തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് ഈ അജ്ഞാതദേവനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അവരോട് പറയും, നിങ്ങൾ വലിയ ബോധ്യങ്ങളുള്ള, തുറവിയുള്ള, ബുദ്ധിയുള്ള മനുഷ്യരാണ്, നിങ്ങളിങ്ങനെ ഒരു അജ്ഞാതദേവനെ ആരാധിക്കുന്നു, അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ ആളുകൾക്ക് കുറച്ച് അത്ഭുതവും കേൾക്കാനുള്ള താല്പര്യമൊക്കെ ആയി. ഈശോയെക്കുറിച്ച് പൗലോസ് ലീഹ പ്രസംഗിക്കും, ദീർഘമായി പ്രസംഗിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ്: പൗലോസ് ചെല്ലുമ്പോൾ അദ്ദേഹം കടന്നു ചെല്ലുന്ന സ്ഥലത്ത് ഈ ആളുകളിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു വഴി അയാൾക്ക് തുറന്നു കിട്ടുന്നത് അയാൾ ഉപയോഗിക്കുന്നു. ഒരു ബുദ്ധിമാനാണ് അദ്ദേഹം. കർത്താവ് നൽകുന്നൊരു ബുദ്ധിയും ഒരു വിവേകവും പൗലോസിൻ്റെ ഉള്ളിലുണ്ടല്ലോ. അങ്ങനെയാണ് യേശുവിനെക്കുറിച്ച് പറയാൻ സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് അയാൾ പ്രസംഗിച്ചു തുടങ്ങുന്നത്. ഇപ്പം നമ്മുടെ ഈ ഒരു കാലത്ത് യേശുവിനെ പ്രസംഗിക്കാൻ ഏതു മാർഗം ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കണം. എല്ലാ സാധ്യമായ മാർഗങ്ങളും യേശുവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഏത് മാധ്യമ സാഹചര്യങ്ങൾ സാധ്യതയാണെങ്കിലും അവയെല്ലാം ഉപയോഗിക്കുക.
ഓരോ സ്ഥലത്തും ആളുകൾ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളുടെ രീതികൾ വ്യത്യാസമാണ്. ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മനുഷ്യരിലും ക്രിസ്തുവിനെ എത്തിക്കാൻ പറ്റുന്ന തരം വഴികൾ ഉപയോഗിക്കുക. ഒരുപക്ഷെ നവമാധ്യമങ്ങൾ ഇപ്പോൾ കൂടുതൽ ശക്തമായി ആളുകളിലേക്ക് അവരുടെ വാതിൽ തുറക്കുന്നുണ്ട്. ഇൻ്റർനെറ്റ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നവമാധ്യമങ്ങൾ, അത് നമുക്കും ഇടപെടാൻ പറ്റുന്ന ഒരു മേഖലയാണ്. എല്ലാ മനുഷ്യർക്കും ഇടപെടാൻ പറ്റുന്ന ഒരു മേഖലയാണ്. നമ്മുടെയൊക്കെ ഒരു സമൂഹത്തിലേക്ക് നോക്കിയാൽ എല്ലാ പ്രായത്തിൽപ്പെട്ട ആളുകളും വളരെ പ്രധാനപ്പെട്ട സമയം, നീണ്ട സമയങ്ങൾ എല്ലാ ദിവസവും നവമാധ്യമങ്ങളോ സ്മാർട്ട് ഫോണുകളോ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. എന്തിനാണ്, ഏത് പ്രയോജനത്തിനാണ് അത് ഇത്രയും സമയം നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അതിലൂടെ നമ്മെ സ്വാധീനിക്കുന്ന എത്രയോ ആശയങ്ങൾ, ചിന്തകൾ കടന്നു വരുന്നൊക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നാം വളരെ ദീർഘസമയമൊക്കെ ഒത്തിരി പേര് ഇത്തരം ഇൻ്റർനെറ്റ് അടിസ്ഥാനമാക്കിയ വിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നാം ഇടപെടുന്ന സാഹചര്യങ്ങളിൽ സാധ്യമാകുന്ന വിധത്തിൽ യേശുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുമോ? ഏത് വഴി എന്നതല്ല, എല്ലാ വഴികളിലും എന്നാണ് അതിന് മറുപടി. എനിക്ക് വളരെ പരിചയമുള്ള ബാംഗ്ലൂർ നഗരത്തിൽ ജോലി ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റുണ്ട്. അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ ബൈബിള് സൂക്ഷിക്കാറുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുമായും ജോലിയുടെ ഭാഗമായി ഇടപഴകാറുണ്ട് അദ്ദേഹം. ആരോടാണ് ഇടപെടുന്നതെങ്കിലും സംസാരിക്കുന്നതെങ്കിലും ഒരു ബന്ധം ആയി പുതുക്കി കഴിയുമ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് അവർക്കെല്ലാം ഓരോ സമ്പൂർണ്ണ ബൈബിള് സമ്മാനമായിട്ട് കൊടുക്കും. പരിചയപ്പെടുന്ന എല്ലാവർക്കും ബൈബിള് സമ്മാനമായിട്ട് കൊടുക്കുന്നു. അതിൽ എത്രയോ പേർ ഈ ബൈബിള് എടുത്ത് വായിച്ച് അതിലെ യേശുവിനെ, ക്രിസ്തുവിനെ കണ്ടെത്തുന്നുണ്ടാവും. ഇതൊരു നല്ല മാതൃകയാണ്. ആ ഒരു രീതിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അയാൾക്ക് സാധ്യമാകുന്ന രീതിയിൽ സുവിശേഷം അയാൾ പങ്കുവെച്ച് കൊടുക്കുന്നു, ക്രിസ്തുവിനെ പങ്കുവെച്ച് കൊടുക്കുന്നു, ദൈവരാജ്യത്തെ പങ്കുവെച്ച് കൊടുക്കുന്നു. അങ്ങനെയല്ലേ ഓരോ മനുഷ്യനും അയാൾക്ക് ഇടപെടുന്ന സാഹചര്യങ്ങളിൽ, അയാൾ കണ്ടുമുട്ടുന്ന വ്യക്തികളുമായി പറ്റുന്ന വിധത്തിൽ കഴിയുന്ന സാഹചര്യങ്ങളിലെല്ലാം ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു, ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായിട്ട് മാറുന്നു. വചനോത്സവ മാസികയൊക്കെ ആളുകൾക്ക് കൈമാറ്റം ചെയ്ത് എത്രയോ ആളുകൾ ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്നതിനെക്കുറിച്ച് കേൾക്കുകയും പറയുകയും ചെയ്തിരിക്കുന്നു. ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന വഴികളിലൊക്കെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക. അപ്പോഴാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ ആ ഒരു കൽപ്പനയുണ്ടല്ലോ, ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് സുവിശേഷം അറിയിക്കുക എന്നത് പൂർത്തിയാവുന്നത്. ഈ പൗലോസ് ലീഹ ഈ ഏഥൻസിൽ പ്രസംഗിക്കുന്ന സമയത്ത്, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയാണത്, അദ്ദേഹം പ്രസംഗിക്കും, യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കും, അവൻ മരിച്ചതിനെക്കുറിച്ച് പറയും, അവൻ ഉയർത്തതിനെക്കുറിച്ച് പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ 3 തരം പ്രതികരണങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. എല്ലാ കാലത്തും സുവിശേഷ പ്രഘോഷണം നടത്തുന്നവർ വായിച്ചു ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണത്. ചിലപ്പോൾ ഒരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ചിട്ട് കാര്യമായി ഫലമില്ലാതെ വന്ന് നിരാശരായി തിരിച്ചു വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. യേശുവിനെക്കുറിച്ച് പറയുന്ന ചില ഇടങ്ങളിൽ തിരസ്കരിക്കപ്പെട്ടതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോഴൊക്കെ ശുശ്രൂഷയിൽ നിന്ന് മനസ്സും മടുത്ത് തിരിച്ചു പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും ബാധകമായൊരു വചനഭാഗമാണിത്. പൗലോസ് ലീഹ അയാളുടെ ഹൃദയം നുറുങ്ങി യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്, യേശുവിന് സാക്ഷ്യം പറയുകയാണ്. അയാളുടെ വാക്കുകളിൽ അഗ്നിയുണ്ട്. കാരണം അത്ര വ്യക്തിപരമായി തീക്ഷ്ണമായി യേശുവിനെ അറിഞ്ഞിട്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. അങ്ങനെ സുവിശേഷം പ്രസംഗിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 3 തരം പ്രതികരണങ്ങളുണ്ടാകും. ഒന്നാമത്തെ പ്രതികരണം, അവരിൽ കുറേ പേർ അവനെ പരിഹസിക്കും. ഉത്ഥാനത്തെക്കുറിച്ച് അവൻ പറഞ്ഞതുകൊണ്ട് അവനെ പരിഹസിക്കും. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയും. പരിഹസിച്ച് ചിരിച്ച് അവർ തിരിച്ചു പോകും. രണ്ടാമത് ഒരു പ്രതികരണം ഇങ്ങനെയാണ്. അവർ പറയും, നിൻ്റെ പ്രബോധനം നല്ലതാണ്, കേൾക്കാൻ കൊള്ളാം, പുതുമയുള്ളതാണ്, പിന്നീട് സമയം കിട്ടുമ്പോൾ നിന്നെ ഞങ്ങൾ കേട്ടുകൊള്ളാം, ഇപ്പോൾ വേണ്ട
ഇപ്പോൾ മറ്റു പണികളുണ്ട്. തൽക്കാലം ഞങ്ങളുടെ ജീവിത വ്യാപാരങ്ങളിലേക്ക് തിരിച്ചു പോകാം, പിന്നീട് കേൾക്കാം. ഒഴിവാക്കുന്നതാണത്. മൂന്നാമത് ഒരു പ്രതികരണം ഇങ്ങനെയാണ്: കുറേയേറെ പേർ അവനിൽ വിശ്വസിച്ച് ദൈവരാജ്യത്തോട് ചേർന്നു. യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അതെവിടെയാണെങ്കിലും ഈ പറയുന്ന 3 തരം പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ മനസ്സുമടുക്കേണ്ട കാര്യമില്ല. യേശുവിനെ അത്ര തീവ്രമായി അറിഞ്ഞ പൗലോസ് യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പോലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരാൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഫലമുണ്ടാകുന്നത് എപ്പോഴാവും? അങ്ങനെ ഒരു ചോദ്യം പല ആളുകളും ഉയർത്താറുണ്ട്. ഞാൻ ഈശോയെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നു, സുവിശേഷ ദൗത്യത്തിൽ ഏർപ്പെടുന്നു, പക്ഷേ പ്രകടമായ ഫലങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന എത്രയോ മനുഷ്യരുണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഈ സഭയുടെ വളർച്ചയുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ എത്രയോ മനുഷ്യർ ഈ ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചു, അധ്വാനിച്ചു, മരിച്ചു. അതിലെത്ര പേർ അവരുടെ ജീവിതകാലത്ത് സഭയുടെ വളർച്ച കണ്ടിട്ടുണ്ടാവും, സഭയുടെ സമൃദ്ധിക്ക് സാക്ഷിയായിട്ടുണ്ടാവും? വളരെ കുറച്ച് പേരേ ഉള്ളൂ. ദൈവരാജ്യത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വലിയ ശതമാനം ആളുകൾ അവർ സഹിച്ചു മരിച്ച് അതിൽ നിന്ന് പിന്നീട് ഭാവിയിൽ ഫലം കണ്ടവരാണ്. സുവിശേഷ പ്രഘോഷണം എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ വചനം പ്രസംഗിക്കുന്നു, അത് പൗലോസ്ലീഹ പറയുന്നത് പോലെ വലിയ ഔദാര്യമായിട്ടല്ല, ഉത്തരവാദിത്വമായിട്ടാണ്. വചനം പ്രസംഗിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ചെറിയ നാമ്പുകൾ ഉണ്ടാകുന്നു, വലിയ മരങ്ങളായിട്ട് മാറുന്നു. സുവിശേഷം വിജയിക്കുന്നു, ക്രിസ്തുവിൻ്റെ രാജ്യം വിജയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാലം മോശമാണ്, ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നിശ്ചയമായും കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ശക്തരായ വചനപ്രഘോഷകരായി നാം ഓരോരുത്തരും മാറണമെന്ന്. അപ്പോഴാണ് ദൈവരാജ്യം നിലനിൽക്കുന്നത്. നമുക്ക് ഈ ഒരു ധ്യാനചിന്ത മനസ്സിൽ ഓർത്തുകൊണ്ട് ശക്തമായ സുവിശേഷ പ്രഘോഷണ തീക്ഷ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയിലേക്ക് കടക്കാം. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ
ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. രൂപവും ഭാവവും ഇന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അങ്ങയുടെ മഹത്വം ഞങ്ങൾ പറയുന്നു. അങ്ങയുടെ കാരുണ്യം നന്ദി പറയുന്നു. സ്വർഗ്ഗഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അങ്ങയുടെ നിരമായ ശുശ്രൂഷ നന്ദി പറയുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, സ്വർഗ്ഗത്തിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. എല്ലാ ഹൃദയങ്ങളും അങ്ങയുടെ ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം ഹൃദയത്തിൽ അറിയാം. സർവശക്തനായ ദൈവം വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്നത് നാം ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. നാം എവിടെയായിരുന്നാലും അവിടുത്തെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ നാം തിരിച്ചറിയുന്നു. ആരാധനയോടെ അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് അവൻ്റെ തിരു സാന്നിധ്യത്തെ ധ്യാനിക്കുന്ന എല്ലാവരുടെയും അടുത്ത് അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം നീണ്ടെത്തുന്നത് നാം തിരിച്ചറിയുന്നു. അന്നൊരു മലയിൽ മോശ കത്തുന്ന മുൾപടർപ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞതുപോലെ തബോർ മലയിൽ ശിഷ്യന്മാർ മഹത്വമേറിയ കർത്താവിൻ്റെ സാന്നിധ്യം അറിഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുന്ന ആ കൂട്ടായ്മയിൽ ശിഷ്യന്മാർ ദൈവിക സാന്നിധ്യം അറിഞ്ഞതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അവരെവിടെയാണെങ്കിലും ഇപ്പോൾ കർത്താവിൻ്റെ മഹിമയേറിയ സാന്നിധ്യത്തെ അനുഭവിച്ചറിയട്ടെ. അവിടുന്ന് കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അതിരുകളെ മറികടക്കുന്നവനാണ്. അവിടുന്ന് എല്ലായ്പ്പോഴും അവനെ വിശ്വാസത്തോടെ വിളിക്കുന്നവരുടെ സമീപസ്ഥനാണ്. അകലങ്ങൾ കർത്താവിനെ അകറ്റി നിർത്തുന്നില്ല. ഹൃദയത്തിൽ അത് തിരിച്ചറിവായിട്ടുണരട്ടെ. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എൻ്റെ അരികിലുണ്ട്. അവിടുന്ന് എൻ്റെ കരം തൊടാവുന്ന അത്ര അടുത്തുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഒരു നൊമ്പരത്തിൻ്റെ സങ്കടത്തിൻ്റെ ഞെരിച്ചിലു വരുമ്പോൾ തന്നെ അത് തിരിച്ചറിയാവുന്നിടത്തോളം അരികിൽ കർത്താവുണ്ട്. അവിടുന്ന് അകലെയല്ല, അരികിലാണ്.
കർത്താവിന് നന്ദി പറയുക, അത് തിരിച്ചറിയുക. മറ്റ് പരിസരങ്ങളിലെ സ്വരങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും നമ്മെ അസ്വസ്ഥരാക്കേണ്ടതില്ല. അതിനെല്ലാം മറികടക്കുന്ന വലിയ ദൈവിക സാന്നിധ്യം ഇപ്പോൾ നമുക്ക് അനുഭവിക്കാനിടയാകട്ടെ. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഹൃദയത്തിൽ അവിടുന്ന് അരികിലുണ്ട് എന്ന് വിശ്വസിക്കുക. അവിടുത്തെ കരം കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുക. ഹൃദയത്തിൽ അവിടുത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അവിടുന്ന് കടന്നു പോകുന്നതിൻ്റെ ശക്തമായ അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. വിശ്വാസമാണ് ദൈവിക സാന്നിധ്യത്തെ നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തരുന്നത്. അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. ഈശോയെ, ഞങ്ങളത് വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളെ തൊടുന്നുണ്ട്. അങ്ങ് ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ കഴുകി വിശുദ്ധീകരിക്കുന്നുണ്ട്. അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ട്. മോശ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റാർക്കും കാണാത്ത വിധത്തിൽ കർത്താവ് മോശയെ ശക്തിപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഞങ്ങളെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അങ്ങയുടെ കരം ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സകലരും ശക്തിയേറിയ അങ്ങയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാനായിട്ട് ഇടയാകട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥിക്കുന്ന സകലരുടെ ഹൃദയങ്ങളിലും ശക്തി ഉണ്ടാവട്ടെ. അവരങ്ങയുടെ ശക്തി അനുഭവിക്കട്ടെ. ഇപ്പോൾ ഈ നിമിഷം, ഈ സമയം അങ്ങയുടെ സാന്നിധ്യം അവർക്ക് അനുഭവമാകട്ടെ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെട്ടു കിട്ടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിൻ്റെ ശക്തിയാൽ സകല ജനതകളും നിറയട്ടെ. അവൻ്റെ നാമത്തിൽ സകലരും വിശ്വസിക്കട്ടെ. അത്ഭുതകരമായ ഇടപെടലുകൾ എല്ലാവരും കണ്ടു സാക്ഷികളാവട്ടെ. അവിടുത്തെ സ്നേഹത്തിൻ്റെ സാന്നിധ്യത്താൽ മനുഷ്യരുടെ ഹൃദയങ്ങൾ നവീകരിക്കപ്പെടട്ടെ. യേശുവിൻ്റെ ശക്തിയാൽ ഈ ദേശകാലങ്ങൾ മുഴുവൻ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടാം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹത്തെയും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ധ്യാനപൂർവം ഈ നിമിഷങ്ങളെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അവൻ സമരിയാക്കാരിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. അവൻ്റെ ഈ യാത്രക്കിടയിലാണ് ആ സ്ത്രീയെ അവൻ കണ്ടുമുട്ടുന്നത്. യേശുവും ആ സ്ത്രീയും തമ്മിൽ നീണ്ട ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. ആദ്യം അവൾ യേശുവിനെ കാണുന്നത് ഒരു യഹൂദനായി, ശത്രു ഗോത്രക്കാരനായിട്ടാണ്. കുറച്ചുകൂടി സംസാരിച്ചു കഴിയുമ്പോൾ അവനെ ഒരു ഗുരുവായി, റബ്ബി ആയി കാണുന്നു. കുറച്ചുകൂടി അടുപ്പമായി, ബഹുമാനമായി. പിന്നെയും സംസാരിച്ചു കഴിയുമ്പോൾ ഏറ്റവും അവസാനം അവൾ പറയും, നീയാണ് വാസ്തവത്തിൽ മിശിഹ. ആ സംഭാഷണം വളരുന്നത് ശ്രദ്ധിക്കുക. ഒരു ശത്രുവിൽ നിന്ന്, അപരിചിതനിൽ നിന്നൊരു സുഹൃത്തിലേക്ക്, ഒരു അധ്യാപകനിലേക്ക്, പിന്നീട് അവൻ മിശിഹയാണെന്ന് തിരിച്ചറിവിലേക്ക്. പിന്നീട് സംഭവിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം. അവൾ താൻ കൊണ്ടുവന്ന കുടം കിണറ്റിൻകരയിൽ വെച്ചിട്ട് തൻ്റെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോകുന്നു. എന്തിനാണ് അത്ര തിടുക്കം? അവൾ അനുഭവിച്ച, കണ്ടുമുട്ടിയ മിശിഹായെ, അവൻ നൽകുന്ന രക്ഷയുടെ സൗന്ദര്യത്തെ എല്ലാവർക്കുമായി പങ്കുവെച്ച് കൊടുക്കണം. അതാണ് ആ തിടുക്കം. എത്ര വേഗത്തിലാണ് അവൾ ഗ്രാമത്തിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് പോയി പറയുന്നു, ഞാൻ മിശിഹായെ കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ നിറസാന്നിധ്യത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവ് നമ്മുടെ എല്ലാം ഹൃദയത്തിൽ രൂപപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാഗ്രഹമാണത്. യേശുവിനെ അറിയുന്നവർ, അവൻ്റെ മാധുര്യം സ്വീകരിക്കുന്നവർ, അവൻ ദൈവമാണ് എന്ന് തിരിച്ചറിയുന്നവർ, അവർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഒരു നേട്ടം അവരുടെ മാത്രം സ്വന്തമാക്കി വെക്കാനുള്ളതല്ല. യേശുവിനെ അറിയുന്നവർ പുറത്തേക്ക് ഇറങ്ങണം. യേശുവിനെ കുറിച്ച് കേൾക്കാത്തവരോട് പറയണം. വചന ശുശ്രൂഷയിൽ നമ്മൾ കേട്ടതല്ലേ, ശിഷ്യന്മാരോട് ഉദ്ധാനത്തിനു ശേഷം ഈശോ കൃത്യമായ വാക്കുകൾ കൊണ്ട് കൽപ്പനയായി നൽകുന്നുണ്ട്. മർക്കോസിന് സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം, നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പോയി എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കണം. അതൊരു കൽപ്പനയാണ്. നാം എല്ലാവരും
അവനിൽ വിശ്വസിക്കുന്നതോടെ ഹൃദയം കൊണ്ട് സ്വീകരിക്കേണ്ട കൽപ്പനയാണത്. അവനിൽ വിശ്വസിക്കുന്നവർ അവൻ്റെ സ്നേഹത്തെ പ്രഘോഷിക്കണം. അവനിൽ വിശ്വസിക്കുന്നവർ അവൻ്റെ ജീവനെ പ്രഘോഷിക്കണം. അവൻ പറഞ്ഞ സുവിശേഷത്തെ പ്രഘോഷിക്കണം. അവൻ മുൻപോട്ട് വെച്ച ദൈവരാജ്യത്തെ പ്രഘോഷിക്കണം. ഇന്ന് നാം ധ്യാനിച്ചത് ഈ ഒരു കാലത്ത് ഏറ്റവും അത്യാവശ്യമായ സുവിശേഷ പ്രഘോഷണം എന്ന കടമയെക്കുറിച്ചാണ്, ദൗത്യത്തെക്കുറിച്ചാണ്. അവൻ്റെ മുൻപിൽ ആരാധനാപൂർവം നിൽക്കുമ്പോൾ നമുക്കറിയാം സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടു തുടങ്ങേണ്ടത് നമ്മിലൂടെയാണ്. നമുക്ക് പരിചിതമായ സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴികളിലൂടെ വചനപ്രഘോഷണത്തിൻ്റെ ആദ്യ ചുവടുകൾ വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനു വേണ്ട ശക്തിയും ധൈര്യവും ഈ ആരാധനയിൽ നമുക്ക് ലഭിക്കണം. സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. യേശുവാണ് കർത്താവെന്ന്, അവനാണു ദൈവമെന്ന് എല്ലായിടത്തും തിരിച്ചറിയപ്പെടണം. സുവിശേഷം പ്രഘോഷിക്കപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മിലൂടെ മാത്രമല്ല, അവനെ അറിയുന്ന എല്ലാവരിലൂടെയും, അവൻ്റെ സ്നേഹം അനുഭവിക്കുന്ന എല്ലാവരിലൂടെയും സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. നമ്മളൊന്ന് കരങ്ങളെ യാചനാപൂർവം തുറന്നു പിടിച്ച് ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് കരങ്ങൾ തുറന്നു പിടിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, രക്ഷകനായ ദൈവമേ, ഞങ്ങൾക്ക് ദാനമായി നൽകിയ വിശ്വാസം എന്ന വരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകത്തിന്റെ അതിർത്തികളോളം സുവിശേഷത്തിന് സാക്ഷികളാക്കി ഞങ്ങളെ അയക്കണമേ. എല്ലായിടത്തും സുവിശേഷം പ്രഘോഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്ത് പലയിടങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് അഭിഷേകത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ശക്തിയും ധൈര്യവും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് യാചനാപൂർവം തുറന്നു പിടിച്ച് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ ഗീതികൾ ചേർന്ന് പാടാം. യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. നമ്മിലൂടെ സുവിശേഷത്തിൻ്റെ വളർച്ച, അതിലൂടെ ഫലം ചൂടുന്ന അവസ്ഥ ഉണ്ടാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിലൂടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടട്ടെ. സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവരെയും അഭിഷേകത്തിന് വേണ്ടി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ വീടുകളിലും ഏതെങ്കിലും തരത്തിലുള്ള സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വചനം എല്ലായിടത്തും തടസ്സമില്ലാതെ പ്രഘോഷിക്കപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.